അതായത് ഇതൊരു വലിയ വെല്ലുവിളിയാകട്ടോ. ഇതൊക്കെ കേട്ടത് കമ്പ മനസ്സിലായല്ലോ. അതല്ല, ഇത് ഇപ്പം ടോമിൻ സാർ പറഞ്ഞത് ഞാനത് എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. ഇതൊരു ക്ഷേമ പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ KSRTC ചെയ്യുന്നത് ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള ചോദ്യം അതിൻ്റെ അകത്തില്ല. ലാഭം ഉണ്ടാക്കുന്നത് മറ്റു രീതിയിലാണ്. അതാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് നികുതിയെ പറ്റി ഞാൻ തുടക്കം മുതൽ പറയുന്നത്. അപ്പൊ നമ്മൾ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ലാഭം ഉണ്ടാക്കുന്നതിന് മറ്റു ചില മാർഗങ്ങളുണ്ട്. അത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ലാഭം കിട്ടും എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. പിന്നെ ഇത് നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പൊ പല സർക്കാരുകളും തിരിച്ചു പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. അല്ല, തിരിച്ചു പോകുന്ന എന്തിനാ? തിരിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. പറവൂർ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരിക്കുന്നതിന് മുമ്പ് ഇവര് ബസ്സിൽ കയറിയിരുന്നു. അല്ല, അതൊക്കെ എന്താണെന്നുള്ളത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകും. അതൊക്കെ ഇപ്പൊ സമരം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മാർഗം എന്നതിൽ വേറെ കാര്യമൊന്നുമില്ല. അപ്പോ ഈ എന്താ, ഒരു സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ സമരം തുടങ്ങിയത് എന്തിനാന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണല്ലോ കേരളത്തിലുള്ളത്. അപ്പോ ഇതിനകത്ത് നമ്മുടെ കോൺഗ്രസ് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണ പ്രഖ്യാപനങ്ങൾ 3 എണ്ണത്തിൽ ഒരെണ്ണമാണിത്. അപ്പൊ ഇത് എന്തുകൊണ്ട് നടപ്പിലാക്കും? പിന്നെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇവിടെ മന്ത്രി CP ജോണിനെ പല പ്രാവശ്യം ഇവിടെ പരാമർശിച്ചു പറഞ്ഞു. തീർച്ചയായിട്ടും അതെ, പരാമർശിച്ചു പറഞ്ഞു. അതായത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തനായ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെയൊക്കെ സുഹൃത്താണ്. അപ്പൊ സംഭവം ശരിയാ. പക്ഷെ അദ്ദേഹത്തിന്റെ താത്വികമായ ധനതത്വ ശാസ്ത്രവാദങ്ങളൊക്കെ ഈ സ്ത്രീകളുടെ സൗജന്യം ബുദ്ധിപരമായി കൊണ്ടുപോകാൻ ഉപകരിക്കുമോ എന്നായിരിക്കും സമൂഹം നോക്കുന്നത്. ഡോക്ടർ കൊച്ചുറാണി അറിയപ്പെട്ട എക്കണോമിസ്റ്റാ. പക്ഷേ ഒരു മന്ത്രിയാക്കി കഴിഞ്ഞാലേ എങ്ങനെ പ്രവർത്തിക്കുമെന്നായിരിക്കും ആൾക്കാർ നോക്കുന്നത്. ഇതുവരെ മറ്റേ തിയറി പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഒരു രീതിയുണ്ട്. ഇത് നടപ്പിലാക്കുന്ന ഒരാൾ ഒറ്റയ്ക്കല്ല നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുതുയുഗ യാത്രയ്ക്ക് മുമ്പായിട്ട് നടത്തിയ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഫീഡ്ബാക്സ് നമ്മളുടെ കയ്യിലുണ്ട്, പാർട്ടിയുടെ കയ്യിലുണ്ട്, ഇപ്പൊ ഗവൺമെന്റിന്റെ കയ്യിലുമുണ്ട്. പിന്നെ ഇനിയും എടുക്കാൻ പോകുന്ന ഫീഡ്ബാക്സുകളുണ്ട്. ഇപ്പം ടോമിൻ സാറിനെ പോലെയുള്ള ഓഫീസേഴ്സ്, അതുപോലുള്ള നിരവധി ഓഫീസേഴ്സ് അവരുടെ ഒപ്പീനിയൻ, ഇപ്പം രാഹുൽ ചില ഒപ്പീനിയൻ പറഞ്ഞു. അതുപോലെ ഏറ്റവും പ്രഗത്ഭരായ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഗവൺമെന്റ് എടുത്തു തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഇതെങ്ങനെയാണ് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റുക? നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ട് ജൂൺ 15 തന്നെ നടപ്പിലാക്കുന്നു. ഇന്ന് മന്ത്രിസഭ യോഗം നടന്നല്ലോ. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ 15 തന്നെ നടപ്പാക്കും.